സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വലിയവനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ ശ്രദ്ധിക്കുന്നു. കർത്താവെ, കൃപയാൽ ഞങ്ങൾക്കിന്ന് ഈ ആഴ്ചവട്ടത്തിന്റെ ഒന്നാമത്തെ ദിവസം ദൈവത്തെ ആരാധിപ്പാൻ കൂടി വരുവാൻ കർത്താവ് കൃപ തന്നല്ലോ. ഇന്ന് ഞങ്ങൾ വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ട ആത്മീയവും ഭൗതികമായിട്ടുള്ള എല്ലാ നന്മകളും നൽകിത്തരുന്ന ദൈവം, ഞങ്ങൾക്ക് വേണ്ട ബലവും ശക്തിയും ദൈവമേ ഇന്ന് കർത്താവെ അനുഗ്രഹ ആശീസ്സുകളും ഇന്ന് സ്വർഗത്തിൽ നിന്ന് നൽകി തരുവാൻ്റെ കർത്താവ് പ്രസാദിക്കുമാറാകണം. ദൈവമേ, വായിച്ച സങ്കീർത്തനായ സ്തോത്രം, ജനത്തിനായ സ്തോത്രം. എല്ലാവരെയും കർത്താവ് സന്ദർശിക്കണം. ഇനിയും ഞങ്ങൾക്ക് മുമ്പോട്ട് ജീവിക്കാൻ വേണ്ട ദൈവകൃപ ഞങ്ങൾക്ക് അതിശക്തമായിട്ട് നൽകി തരണമേ. നാമത്തോട് കൂടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇരിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് തന്റെ ജനത്തെക്കുറിച്ച് കൽപ്പിച്ചത് പ്രകാരം ജന്മന ഈ ലോകത്തിന്റെ അടിമകളായി ജനിക്കുന്ന മനുഷ്യനെ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം കൂട്ടിവരുത്തുക എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന ആ പ്രവൃത്തിയിൽ വെളിപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും വിചാരിക്കാതെ തന്നെ ഈ വഴിയിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവത്തിന്റെ ജനത്തിന്റെ മാന്യത എന്ന് പറയുന്നത് അത് ദൈവത്താലുള്ള മാന്യതയാണ്. അത് എന്നാളും നിലനിൽക്കുകയും ചെയ്യും. ദൈവത്തിന്റെ ജനത്തെ ഈ ലോകം നിന്ദിക്കും, ഈ ലോകം പഴിക്കും, ദുഷ്പ്രവർത്തിക്കാരെന്ന് പറയും. എന്നാൽ ദൈവത്തിന്റെ ജനത്തിന് ഏത് തരത്തിലുള്ള നിന്ന പീഡ അവരനുഭവിച്ചാലും അതിന് ഒരു അവസാനം വെച്ചിട്ടുണ്ട്. അതിന് ഒരു ദിവസം നമ്മൾ വിലാപങ്ങളുടെ പുസ്തകത്തിൽ പഠിക്കുന്നത് പോലെ അവൻ ദുഃഖിപ്പിച്ചാലും അവന് മഹാദേവിക്കൊത്തവണ്ണം അവന് കരുണ തോന്നും. എത്രമാത്രം താഴ്ച വരുന്നുവോ അത്രമാത്രം മനുഷ്യന് ഉയർച്ചയുണ്ട്. എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടോ അത്രമാത്രം ഉല്ലാസഘോഷം അവന്റെ മുമ്പിൽ കർത്താവ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്ന സർവശക്തനായ ശിക്ഷയെ നീ നിരസിക്കരുത്. യോബ് പറഞ്ഞതുപോലെ നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നില്ലയോ, തിന്മയും കൈക്കൊള്ളണം. കാരണം ഈ ലോകത്തിൽ ജനിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും നന്മ തിന്മകളിൽ കൂടി കടന്നു പോകുന്നവരാണ്. നന്മ മാത്രം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ ഈ ലോകത്തിലില്ല. ഏതെങ്കിലും തരത്തിൽ നമ്മൾ പലരെ കുറിച്ചും ചിന്തിക്കും. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവർക്ക് സന്തോഷമാണ്, അവർക്കൊന്നിനും കുറവില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അത് ഓരോരുത്തരുടെ ഹൃദയാവസ്ഥ അറിയുന്ന ദൈവത്തിനറിയാം. അവർക്കും അതിൻ്റെതായ വേദനകൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ട്. നിഷ്കളങ്കമായി നടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ഉണ്ട്. നമ്മൾ ജാതികളുടെ ഇടയിൽ പറയുന്നത് പോലെ ആനയ്ക്ക് തടിഭാരം, ഉറുമ്പിന് അരിഭാരം എന്ന് പറയുന്നത് പോലെ ഒരു കുഞ്ഞ് രാവിലെ നോക്കുമ്പോൾ അവള് അറിയാം അമ്മ ജോലിക്ക് പോവുക. അമ്മ ജോലിക്ക് പോയി വൈകിട്ട് ജോലി കഴിഞ്ഞ് തിരിച്ചു വരും. പക്ഷെ അവന് ആ വേർപാട് സഹിക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം വേദന അവന്റെ ഹൃദയത്തിലുണ്ട്. അത് അവന് സഹിക്കും. വൈകുന്നേരം അമ്മ വന്നു, ആ സങ്കടം തീർന്നു. അപ്പോ ആ കുഞ്ഞിന്റെ ദുഃഖം അത് ഒരു പക്ഷേ വാർദ്ധക്യത്തിലെത്തി ഇയ്യോബ് കഴിച്ച ദുഃഖത്തെക്കാൾ ദുഃഖം ആ കുഞ്ഞ് അനുഭവിക്കുന്നുണ്ട്. അത് അതിന്റെ താരതമ്യം മാനുഷികമായി വളർന്ന മനസ്സിനെ ആധാരമാക്കിക്കൊണ്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകാത്തത്. ആ കുഞ്ഞ് അനുഭവിക്കുന്ന വേദന അത്ര ഭയങ്കരമാണ്. അതുപോലെ തന്നെ എളിയവർ ചിന്തിക്കുന്നത്, ബുദ്ധി കുറഞ്ഞവർ, ബുദ്ധി കൂടിയവര്, എന്തായാലും ഇങ്ങനെ അനവധി തരത്തിലുള്ള ദുഃഖമാണ് ഈ ലോകത്തിലുള്ളത്. ഒരു കാര്യത്തിൽ നമ്മൾ പഠിക്കുന്നത്, സഭാപ്രസംഗിയുടെ പുസ്തകം പറയുന്നത്, അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖവും വർദ്ധിപ്പിക്കുന്നു. അറിവ് വർദ്ധിക്കുന്നതോറും ദുഃഖവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇല്ല എങ്കിൽ അവൻ അതുവഴി പോയി
അങ്ങനെ അങ്ങോട്ട് ജീവിതം അവസാനിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഒരു മനുഷ്യനും ഈ ലോകത്തിൽ പൂർണ്ണമായിട്ടുള്ള സന്തോഷവും സമാധാനവും അനുഭവിച്ച് മുമ്പോട്ട് പോകുന്നില്ല. എല്ലാവർക്കും അവരുടേതായ കഷ്ടങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. അതാണ് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത്. തീപ്പൊരി ഉയരെ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. എന്നാൽ ഈ കഷ്ടതയ്ക്കൊക്കെയും ഒരു അർത്ഥം വേണം. അവിടെയാണ് അതാ കർത്താവ് പറയുന്നത്. വിശ്വാസത്തിലേക്ക് വരുമ്പോൾ പൊതുവെ നമ്മൾ പറയാറുണ്ട്, മിസ്രയീമിലെ കഷ്ടം, മരുഭൂമിയിലെ കഷ്ടം. മിസ്രയീമിലുള്ളവര് മുഴുവനും എപ്പോഴും കഷ്ടം അനുഭവിക്കുകയും മരുഭൂമിയിൽ വന്ന് ഇസ്രായേൽ ജനം ഏറ്റവും സന്തോഷിക്കുകയും ചെയ്യുന്നു എന്ന് ചിന്തിക്കേണ്ട. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്നതിനേക്കാൾ ദുഃഖം പലപ്പോഴും മരുഭൂമിയിൽ കൂടി പോകുന്നവർക്കുണ്ട്. അപ്പൊ ദുഃഖം രണ്ടാണെന്നേ ഉള്ളൂ. പക്ഷെ വേറൊരു വിഷയമുണ്ട്. നമ്മൾ ജാതികളുടെ ഇടയിൽ ഒരു വാക്കുണ്ട്, എള്ളുണങ്ങുന്നത് എണ്ണയ്ക്ക. അതുപോലെ തന്നെ അതേ ഏകദേശം ഷേപ്പിൽ കിടക്കുന്നതാണ് പാറ്റായുടെ കാഷ്ടം. ഏകദേശം എള്ളു പോലെ ഇരിക്കും. അത് കിടന്ന് ഉണങ്ങുന്നു. അതെന്തിനു വേണ്ടിയിട്ട്? ആ വെയിൽ കൊള്ളുന്നു? ഒരു കാര്യമില്ല. അത് അവസാനം അതിനെടുത്ത് പുറത്തു കളയും. ഇതുപോലെയാണ് മനുഷ്യരിൽ ദൈവഭക്തന്മാരുടെ കഷ്ടവും ലോകജാതികളുടെ കഷ്ടവും. ദൈവഭക്തന്മാരുടെ കഷ്ടത്തിന് ഒരു പ്രത്യാശയുണ്ട്. അവർക്ക് ഇന്ന് അവരുടെ കഷ്ടം നിശ്ചയമായിട്ടും അതൊരു സന്തോഷത്തിൽ ചെന്ന് അവസാനിക്കുമെന്നുള്ളത് അവർ പ്രതീക്ഷിച്ചാണ് മുൻപോട്ട് പോകുന്നത്. ജാതികളുടെ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന് ഈ കഷ്ടം അനുഭവിച്ചതിന് ശേഷം അവർ നിത്യമായൊരു കഷ്ടത്തിലേക്ക് പോകും. അതുകൊണ്ട് കർത്താവിന്റെ വചനപ്രകാരം ഇന്ന് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവിന്റെ ജനം കൂടി വന്നിരിക്കുമ്പോൾ, ഈ ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ലോകത്തെ ജയിക്കണം എന്നുള്ളതാണ് ഈ ലോകത്തിൽ കർത്താവ് വിളിച്ചതിന് ശേഷം വിളി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ലോകത്തിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ വിളിച്ചതിന് ശേഷം നിനക്ക് ഒരു കഷ്ടം ഉണ്ടാവില്ല, നീ ധൈര്യമായിട്ട് പോരും എന്ന് കർത്താവ് പറയുന്നില്ല. പിന്നെയോ, ഇനി നിങ്ങൾക്ക് കഷ്ടം ഉണ്ടാവുന്നില്ല, ഈ നാളുകൾ കൊണ്ട് നീ ലോകത്തെ ജയിക്കണം. എങ്ങനെ ജയിക്കണം? ലോകം എങ്ങനെയെല്ലാമാണ് നിന്നെ പിടിച്ചിരിക്കുന്നത്? ഈ ലോകം നിന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളുണ്ട്. അതെന്ത് ജയിക്കണം? ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ പഠിക്കാറുള്ളത് പോലെ, നിന്റെ പ്രാണൻ ഈ ലോകത്തിൽ വന്നപ്പോൾ മുതൽ മൗനവാസമാണ്, മിണ്ടുന്നില്ല. കാരണം പാപജഡത്തിൽ വസിച്ചുകൊണ്ട് അതിങ്ങനെ മരിച്ചതുപോലെ കിടക്കുകയാണ്. അത് ഉണർന്ന് ജീവിക്കണം. ഏറ്റവും ആദ്യത്തെ കാര്യമാണ്. രണ്ടാമത്തത്, ഇന്ന് നീ മരിച്ചാൽ നീ ഇരുട്ടിലേക്ക് പോകാത്തവണ്ണം നിനക്ക് വെളിച്ചം കാണാനുള്ള കണ്ണു വേണം. നമ്മൾ കഴിഞ്ഞ നാളുകൾക്ക് മുമ്പ് ചിന്തിച്ചതുപോലെ ഈ ഇന്ദ്രിയങ്ങൾ മുഴുവനും നീ പ്രാപിക്കണം. ഇത്രയും പ്രാപിച്ചു കഴിഞ്ഞാൽ, അതായത് നിനക്ക് നിന്റെ പ്രാണൻ സംസാരിക്കാൻ തുടങ്ങിയാൽ, നിനക്ക് ഈ ശരീരം വിട്ടാലും വെളിച്ചം കാണാൻ സാധിച്ചാൽ, ഈ ശരീരം വിട്ടാലും പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ, അതായത് നമ്മുടെ പ്രാണന് പഞ്ചേന്ദ്രിയങ്ങൾ ലഭിക്കുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതം മതി ഈ ലോകത്തെ ജയിച്ച്. ഇനി നീ എൻ്റെ ശരീരത്തെ എങ്ങനെ കൊന്നാലിതാ? പത്രോസിനെ ക്രൂശിലേറ്റി എന്ന് നമ്മൾ പഠിക്കുന്നു. കർത്താവിനെ ക്രൂശിലേറ്റിയതുപോലെ പത്രോസിനെ ക്രൂശിലേറ്റി. അങ്ങനെ അപ്പോസ്തലന്മാരെ പല വിധത്തിൽ കൊന്നുകളഞ്ഞു. ഈ കൊന്നുകളയുന്നതിന് മുമ്പ് അവര് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഈ ലോകത്തിൽ ഞങ്ങൾ അന്യരും പരദേശികളുമാണ്. ഇനി ഞാൻ പ്രാപിച്ച ഈ ദൃഷ്ടിയെ ആർക്കില്ലാതാക്കാൻ കഴിയും? എന്നെ ഈ ലോകം കഷ്ടപ്പെടുത്തി, ശരിയാ. ഈ കഷ്ടതയിൽ ഞാനിതാ അസ്തമിക്കുക, ഈ ലോകം എനിക്ക് യോഗ്യമല്ല, പക്ഷെ ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആർക്ക് പറയാൻ കഴിയും? പറയാൻ കഴിയും. ആർക്ക്? ഇതാ മക്കളെ അനുഗ്രഹിക്കാൻ നേരത്ത്, അതായത്
യാക്കോബിന്റെ മക്കളെ അനുഗ്രഹിക്കാൻ സമയമായപ്പോഴേക്കും യാക്കോബ് തന്റെ യോസേഫിന് 2 മക്കളെ അടുത്ത് നിർത്തിയതിനു ശേഷം അവരെ അനുഗ്രഹിക്കാൻ പോവുക. യാക്കോബ് നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്നറിയാം? എന്താ? യാക്കോബിന്റെ കണ്ണ് രണ്ടും മങ്ങി. ബാല്യം മുതൽ കഷ്ടപ്പെട്ട് വളർന്ന ജീവിച്ചവനാണ്. അങ്ങനെ ജീവിച്ച് അലഞ്ഞ് പ്രായമായി. ഈ ഇത്രയും പ്രായത്തില് കണ്ണ് രണ്ടും മങ്ങി, കണ്ണ് കാണാൻ പാടില്ല. മക്കള് രണ്ടുപേരും അടുത്ത് വന്നിരിക്കുന്നുണ്ട്. ആരെ? യോസേഫിന്റെ മക്കള്. അവരെ കൈ വണച്ച് വെച്ച് അനുഗ്രഹിച്ചു. ഇതെന്നെ അപ്പനീ കാണിക്കുന്നത്. അപ്പൊ ഇത് ഇവനല്ലേ മൂത്തവൻ, മനുഷ്യനല്ലേ മൂത്തവൻ, അവനെയല്ലേ ആദ്യം അനുഗ്രഹിക്കേണ്ടത്. ഏറ്റവും വലം കൈ അവന്റെ മേലല്ലേ വെക്കണ്ടേ. അപ്പൊ അപ്പം പറഞ്ഞു, അപ്പം നോക്കുമ്പോൾ കാണുന്നത് അങ്ങനെയല്ല. എങ്ങനെയാണെന്നറിയാമോ? തലമുറകളായിട്ട് വരുമ്പോൾ വർദ്ധിച്ചു വരുന്ന, ശക്തമായി തീരുന്ന ജനം എഫ്രൈമിന്റെ. മനശ്ശയുടെ അത്രയും വരുന്നില്ല. ഇത് ഏത് കണ്ണുകൊണ്ട് കണ്ടു? ഏത് കണ്ണുകൊണ്ട് കണ്ടു? തന്റെ ശരീരത്തിലെ കണ്ണ് ക്ഷയിച്ചു പോയി. പിന്നെ ഏത് കണ്ണുകൊണ്ട് കണ്ടു? അതാണ് ലോകത്തെ ജയിച്ചു എന്ന് പറയുന്നതിന് സാധനം. ലോകത്തിൽ വിചാരിച്ചു കഴിഞ്ഞാൽ, ഇന്നിപ്പോ എനിക്ക് 69 വയസ്സാവുക, കണ്ണില് തിമിരമൊക്കെ വന്ന് നോക്കുക, കണ്ണിന് മങ്ങലുണ്ട്, കാഴ്ചയ്ക്ക് മങ്ങലുണ്ട്. അത് ഇങ്ങനെ ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അവസാനം ഇത് ക്ഷയിച്ച് ഇത് മണ്ണിനോട് ചേരും, ഒന്നും കാണാൻ പാടില്ലാതാവും. അവസാനം കണ്ണടയ്ക്കും, ഇരുട്ടിലേക്ക് നീങ്ങും. പക്ഷെ ആ സമയത്ത് യാക്കോബ് കണ്ടതുപോലെ ഇന്ന് അത് മരിക്കുന്നതിന് മുമ്പ് തന്നെ, അസ്തമിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നോക്കി എൻ്റെ സഹോദരങ്ങളുടെ അവസ്ഥ എന്തായിത്തീരും. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടായ്മ ആയിരിക്കുന്ന ആ സഹോദരങ്ങളുടെ അവസ്ഥ, ലോകത്തിന്റെ അവസ്ഥ, ഇതൊക്കെ എന്തായി തീരുമെന്ന് എൻ്റെ പ്രാണന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടാൽ മതി. ഈ ലോകം എന്നെ ഒന്നും ചെയ്യാൻ, ഇതിനെ കൊന്നോ, തൂക്കിക്കൊല്ലുവോ, ക്രൂശിക്കുകയോ, ഉപദ്രവിക്കുകയോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ എൻ്റെ പ്രാണൻ ഇന്ന് ഇത് വിട്ടാലും ഞാൻ സംസാരിക്കും. നീ എൻ്റെ ശരീരത്തെ ഇല്ലാതാക്കി, ഞാൻ പുറത്തിറങ്ങിയാലും ഞാൻ കാണും, ഞാൻ കേൾക്കും, ഞാൻ മണക്കും, ഞാൻ രുചിക്കും. സ്വർഗരാജ്യത്ത് പന്തിക്കിരിക്കും. ആ പന്തിക്കിരിക്കുമ്പോ പുറത്തേക്ക് തള്ളിക്കളഞ്ഞവര് അത് കാണും, അവർ പല്ല് കടിക്കും. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അവരാണ് ലോകത്തെ ജയിച്ചവരെന്ന് പറയും. ഇന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് ആ ലോകത്തെ ജയിക്കാനുള്ള മാർഗമായിട്ടാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആരാധന. ഒരാരാധന എന്ന് പറയുമ്പോൾ അത്ര മഹത്താണ്. മറന്നു പോകരുത്. കർത്താവേ, നാഥ, ഞാൻ ഈ പാപലോകത്തിലേക്ക് വന്ന് എൻ്റെ പ്രാണൻ സംസാരിക്കാൻ സാധിക്കാതെ വണ്ണം കെട്ടുകിടക്കുമ്പോൾ നീ ആരാധനയ്ക്കായിട്ട് എന്നെ വിളിച്ച് വേർതിരിച്ച് കൊണ്ടുവന്ന് ഹാബേലിന്റെ പ്രാണൻ സംസാരിച്ചതുപോലെ എൻ്റെ പ്രാണനും ആരാധനയിൽ കൂടി സംസാരിക്കാൻ, ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ സംസാരിപ്പാൻ എന്നെ ഉണർത്തുന്ന ദൈവം ഇതാ ലോകത്തെ ജയിപ്പാൻ എന്നെ ഈ ലോകത്ത് നടത്തുമ്പോൾ, ഇതാ ഈ ലോകത്തിൽ നിന്ന് ഞാൻ ആയുഷ്കാലം അവസാനിച്ചു പോകുമ്പോൾ ഈ ലോകത്ത് ജയിച്ചവനായി പോകണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാകുന്നു. അതിനാണല്ലോ കർത്താവ് വിളിച്ചത്. അതിനാണല്ലോ ഈ ആരാധനയെല്ലാം. ആ ആരാധന ദൈവത്തിന് മുമ്പാകെ ഏറ്റവും ശ്രേഷ്ഠമായി തീരട്ടെ. പ്രധാന സ്വതന്ത്രം. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കാം. കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചേ